An astral beacon with fire in her veins. Helen Keller, a blaze of gold, a ballad of grit that will forever be told. Bereft of sight, of ears and of sound, her fire scorched fear in Will's fierce battleground. As in Sullivan's light guided her hands through water that conjured up a classic so grand. Mountain of academics with the might of will and vision, burning ever bright in spite of silence and darkened eyes. She soared ever higher amidst the stars in the sky. From shadows and silence she reached the stars, driven by a fire that o'errode her scars. Helen Keller, a blaze of gold, a ballad of grit that will forever be told. In the ink of grit she found her voice, a roar of thunder in every choice. With kindness and fire she shed her light, a luminous beacon making others bright. She saw the world not with sight, but through knowledge, kindness and wisdom's light, weaving words that speak to the heart, fiery and tender in equal parts. She fought her silence with words of might, conquered tenebrity with the will to fight, turning her scars into badges of gold, an eternal spirit, fierce and bold. From shadows and silence she reached the stars, driven by a fire that o'errode her scars. Helen Keller, a blaze of gold, a ballad of grit that will forever be told. Shadows and silence she reached the stars, driven by a fire that o'errode her scars. Helen Keller, a blaze of gold, a ballad of grit that will forever be told. Though she has passed to the heavenly above, her words and deeds still shimmer like gold. Against tempestuous trials she fought and thrived, a beacon of resilience that shall transcend through time. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ എന്നും ഒരു സ്വപ്നം കാണാറുണ്ട്. എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത്, ആ ആളുടെ കൂടെ യാത്ര ചെയ്യുന്നത്, അവരോടൊപ്പം ബ്രെയിൽ പുസ്തകങ്ങൾ വായിക്കുന്നത്, പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നത്, തൊട്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുഭവിക്കുന്ന സന്തോഷങ്ങൾ
ബ്രെയിൽ ലിപിയിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത് എല്ലാം ഈ സ്വപ്നങ്ങൾ എന്നെ ഏറെ സുന്ദരിയാക്കാറുണ്ട്. പ്രകാശം പോലെ ജ്വലിപ്പിക്കാറുണ്ട്. കാണാനും കേൾക്കാനും സംസാരിക്കാനും അറിയാത്ത എൻ്റെ പ്രിയ കൂട്ടുകാരി ലോകം കണ്ട ഏറ്റവും വലിയ 10 ആളുകളിൽ ഒരാളാണെന്നത് എനിക്ക് അഭിമാനം നൽകുന്നു. വായിച്ചു പഠിച്ചു വളർന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ ജീവിത മാതൃക എത്ര പേർക്കാണ് പ്രചോദനവും വെളിച്ചവുമായി തീരുന്നത്. നമ്മളെപ്പോലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മഹാകുസൃതിയായിരുന്നു എൻ്റെ പ്രിയ കൂട്ടുകാരി. കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയാതിരുന്ന ആ കുട്ടിക്ക് വേറെ എന്തു ചെയ്യാൻ കഴിയും? എല്ലാത്തിനും വാശി പിടിക്കാനല്ലാതെ. എന്നാൽ എൻ്റെ കൂട്ടുകാരിയുടെ പ്രിയ ടീച്ചർ അവളെ ഏറ്റവും മിടുക്കിയാക്കിയ ചരിത്രമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ചുണ്ടുകളിലും തൊണ്ടയിലും വിരലുകളിലും സ്പർശിച്ച് ലോകകാര്യങ്ങൾ പഠിച്ച് ഉന്നതമായ ബിരുദങ്ങൾ നേടിയ എൻ്റെ പ്രിയ കൂട്ടുകാരിയെ പോലെ ലോകം അറിയുന്ന മഹതിയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെൻ്റെ കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്ന രഹസ്യങ്ങൾ എന്നെ നിങ്ങളോടും പങ്കുവയ്ക്കാം. ലോകത്തിലെ എല്ലാ അറിവുകളും തേടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. പല പ്രതിസന്ധികളും നമ്മെ തേടി വരും. അതൊന്നും കാര്യമാക്കാതെ വായനയിലൂടെ അനുഭവങ്ങളിലൂടെ ലോകവിവരണങ്ങൾ അറിയുക. അറിഞ്ഞ വിവരണങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാക്കുവാൻ പരിശ്രമിക്കുക. കഠിനമായ പരിശ്രമവും ആത്മവിശ്വാസവും ലോകത്തിൻ്റെ ഏതറ്റം വരെയും കൊണ്ടുപോകുമെന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരി എന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദരവേളയിൽ എൻ്റെ പ്രിയ കൂട്ടുകാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ: വായിക്കുക, വായിച്ചു വളരുക, വിവേകം നേടി വളരുക. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എൻ്റെ പ്രിയ കൂട്ടുകാരി ആരാണെന്ന്. മഹതിയായ ഹെലൻ കെല്ലർ തന്നെ. പ്രിയ ഹെലൻ, ഇന്നും നീ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിയുമായിരുന്നു. കമ്പ്യൂട്ടർ ചെയ്യുന്നതും ഹെഡ്സെറ്റിൽ ബ്രെയിൽ വായിക്കുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഒക്കെ നിന്നെ കാണിച്ചു തരുവാൻ ഞങ്ങൾക്ക് കഴിയും. ആധുനിക വിവര സാങ്കേതിക വിദ്യ കാഴ്ചപരിധിയുള്ളവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാലും നീ ദൂരെ ഇരുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ എന്നും എല്ലാവർക്കും മാതൃകയാണ്. നിങ്ങളുടെ വിദ്യാലയമായ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലെ എല്ലാ കൂട്ടുകാരുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി, നമസ്കാരം.